ഒരു പൂമ്പാറ്റ കുക്കൂണിൽ നിന്ന് പുറത്ത് വരാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു നിൽക്കുന്ന നമുക്ക് എന്താ തോന്നുക, അതൊന്ന് പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂമ്പാറ്റയ്ക്കൊന്ന് പെട്ടെന്ന് വരാമല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ ഒരു തവണ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ പൂമ്പാറ്റയ്ക്ക് പിന്നെ ഒരിക്കലും നല്ല രീതിയിൽ പറന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല. ഈ കുക്കൂണിനകത്ത് കിടന്നിട്ട് പൂമ്പാറ്റ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് ഇത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ പറ്റിയ രീതിയിൽ വിങ്സ് സ്ട്രെങ്തൻഡ് ആവുന്നത്, അത് വെച്ച് പറന്ന് പോവാനും സാധിക്കുന്നത്. സോ കുട്ടികളും ഈ രീതിയിൽ ലൈഫിലെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന സമയത്ത് അവരെ ശ്രദ്ധിക്കാതിരിക്കാനൊന്നല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം, ഗൈഡ് ചെയ്യണം. പക്ഷേ എല്ലാം അവർക്ക് ചെയ്തു കൊടുത്ത് ഈസി ആക്കുന്നത് അവരുടെ ചിറകുകളെ വീക്കാക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുട്ടികൾക്ക് ഒരിക്കലും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനോ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനോ സാധിക്കില്ല. ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവർ തളർന്ന് ഒന്നുമല്ലാതായി പോകും. ദിസ് ഇസ് നോട്ട് ദ വേ വി ഹാവ് ടു റേസ് അവർ ചൈൽഡ്. സോ ഈ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കുട്ടി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാലഞ്ച് ഉണ്ടാവുമല്ലോ, അത് കുട്ടിയെ ഏത് രീതിയിലായിരിക്കും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യാതെ അതിലേത് ടാലൻ്റാണ് നിങ്ങൾക്ക് നർച്ചർ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ മാത്രം സാധിക്കുക എന്നുള്ളത്.